ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 8ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠമായ രാസമാറ്റങ്ങൾ അഥവാ കെമിക്കൽ ചേഞ്ചസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ എന്താണ് ചേഞ്ച് അല്ലെങ്കിൽ മാറ്റം? നമ്മുടെ ചുറ്റിനും ഇഷ്ടം പോലെ മാറ്റങ്ങൾ, ധാരാളം മാറ്റങ്ങൾ ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുക അല്ലെ. ചേഞ്ചസ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ എല്ലാം ഒരുപോലെയാണോ, അല്ലെങ്കിൽ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എന്താണ് രാസമാറ്റം? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന് തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഈ ഒരു പടക്കങ്ങൾ പൊട്ടുന്നത് അല്ലെ. പടക്കങ്ങൾ പൊട്ടിയിട്ട് പലതരം വർണ്ണ കാഴ്ചകൾ നമ്മുടെ മാനത്ത് വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ ഫാക്ടറിയിൽ നിന്ന് പുക പോകുന്നത് ആ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം പലതരം മാറ്റങ്ങളുടെ ഫലമായിട്ടുണ്ടായ പ്രവർത്തനങ്ങളാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഇവിടെ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ജലം നീരാവിയാകുന്നു, വിറക് കത്തുന്നു, ഇരുമ്പ് തുരുമ്പിക്കുന്നു. ഇതൊക്കെ മാറ്റങ്ങളല്ലേ. ജലം എന്ന് പറയുന്നത് നീരാവിയായി മാറി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മാറ്റം നടന്നു അല്ലെ. വിറക് കത്തുന്നു, വിറക് കത്തിയിട്ട് കരിയായിട്ടും ചാരമായിട്ടും ഒക്കെ മാറുന്നു, അതൊരു മാറ്റമാണ്. ഇരുമ്പ് എന്ന് പറയുന്ന വസ്തു തുരുമ്പിക്കുന്നു, തുരുമ്പായി മാറുന്നു, അതൊരു മാറ്റമാണ്. മെഴുക് ഉരുകുന്നുണ്ട്, മെഴുക് നല്ല കട്ടിയായിട്ട് ഇരുന്ന മെഴുക് എന്ത് ചെയ്യുന്നുണ്ട്, ദ്രാവക രൂപത്തിലേക്ക് ഉരുകി വരുന്നുണ്ട്. പടക്കം പൊട്ടുന്നു അല്ലെ, പടക്കം പൊട്ടുന്നു. വിറക് വെട്ടുന്നു, വിറക് നല്ല കട്ടിയായിട്ടിരുന്ന കുറച്ച് വലിപ്പത്തിൽ ഉണ്ടായിരുന്ന വിറകിനെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കുന്നു, അവിടെ മാറ്റം നടന്നു. അങ്ങനെ പലതരം മാറ്റങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഈ മാറ്റങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും ഭൗതിക മാറ്റമെന്നും രാസമാറ്റമെന്നും രണ്ടായിട്ട് വിളിക്കാം. ഭൗതിക മാറ്റമെന്നും രാസമാറ്റമെന്നും രണ്ടായിട്ട് വിളിക്കാം. ഭൗതിക മാറ്റം എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ചേഞ്ച് ആണ്. രാസമാറ്റം എന്ന് പറഞ്ഞാൽ കെമിക്കൽ ചേഞ്ച് ആണ്. എന്താണ് ഫിസിക്കൽ ചേഞ്ച്? ഭൗതികം, അതായത് ഒരു വസ്തുവിന്റെ പുറമേ കാണുന്ന ഒരു വ്യത്യാസം, അതായത് വസ്തുവിന്റെ സൈസ്, അതിന്റെ വലിപ്പത്തിനോ അതിന്റെ ആകൃതിക്കോ അതിന്റെ ഷേപ്പിനോ സൈസിനോ അതിനൊക്കെ മാറ്റം വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഭൗതിക മാറ്റം എന്ന് പറയും. രാസമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിന്റെ ഉള്ളിൽ, ആ വസ്തുവിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളിൽ ഉണ്ടാവുന്ന മാറ്റമാണ് രാസമാറ്റം. ആ ഒരു വസ്തു വേറൊരു വസ്തുവായിട്ട് മാറുന്നു, രാസപരമായിട്ട് അത് മാറുന്നു. അതാണ് കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാസമാറ്റം. ഓക്കെ, അപ്പോ ഇതിനകത്ത് ജലം നീരാവിയാകുന്നു, വിറക് കത്തുന്നു, ഇരുമ്പ് തുരുമ്പിക്കുന്നു, മെഴുക് ഉരുകുന്നു, പടക്കം പൊട്ടുന്നു, വിറക് വെട്ടുന്നു. ഇതിനെ നമുക്ക് ജസ്റ്റ് ഭൗതിക മാറ്റമെന്നും രാസമാറ്റമെന്നും നമ്മൾ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് നോക്കിക്കോളൂ, എല്ലാരും ഇങ്ങോട്ട് നോക്കാം. ഓക്കെ, അതായത് ഇപ്പോ നമ്മുടെ കയ്യിൽ കുറച്ച് ജലം ഉണ്ടായിരുന്നു. ഓക്കെ, ജലം ഉണ്ടായിരുന്നു. ഈ ജലം നീരാവിയായി മാറി നിങ്ങൾ വിചാരിക്കുക. ജലം എന്ന് പറഞ്ഞാൽ ഈ ജലത്തിന്റെ രാസസൂത്രം എന്താ വരുന്നത്, H2O എന്നാണ് ജലത്തിന്റെ രാസസൂത്രം വരുന്നത്. ശരിയല്ലേ, H2O. ഓക്കെ, 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നാണ് ജലം. ഈ ജലം തിളച്ച് വാതക രൂപത്തിലുള്ള നീരാവിയായിട്ട് മാറി എന്ന് വിചാരിക്കുക. ഇങ്ങനെ മാറുന്ന സമയത്ത് ഇവിടെയും H2O തന്നെയാണ് നിൽക്കുന്നത്. ശരിയല്ലേ, ഇവിടെ പുതിയ എന്തെങ്കിലും പദാർത്ഥം ഉണ്ടായോ? ഇല്ല, പുതിയ ഒരു പദാർത്ഥങ്ങളും എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ എന്താ പിന്നെ സംഭവിച്ച വ്യത്യാസം എന്താ? നേരത്തെ നമ്മുടെ ഒരു കുറച്ച് ജലം എടുത്തു കഴിഞ്ഞാൽ ആ ജലത്തിനകത്ത് ദ്രാവക രൂപത്തിലാണ് ജലം ഇരിക്കുന്നത് അല്ലെ, ദ്രാവക രൂപത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ജലത്തിൽ ഇങ്ങനെ ആയിരിക്കും തന്മാത്രകൾ ഇരിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെ തന്മാത്രകൾ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ ജലം നീരാവിയായിട്ട് അല്ലെങ്കിൽ വാതക രൂപത്തിലേക്ക് പോകുന്ന സമയത്ത് തന്മാത്രകൾ തമ്മിൽ വളരെ അകലത്തിലായിരിക്കും സ്ഥിതി ചെയ്യുക അല്ലെ. ആ തന്മാത്രകളുടെ അറേഞ്ച്മെന്റ്, തന്മാത്രകളുടെ ക്രമീകരണത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നു. ശരിയാണോ? തന്മാത്രകളുടെ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ക്രമീകരണത്തിൽ എന്തുണ്ടാകുന്നു, ഒരു മാറ്റം ഉണ്ടാകുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ എന്തെങ്കിലും പുതിയ തന്മാത്ര ഉണ്ടായിട്ടുണ്ടോ? പുതിയ തന്മാത്ര അല്ലെങ്കിൽ പുതിയ പദാർത്ഥങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ തന്മാത്രകളുടെ ക്രമീകരണത്തിൽ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ്സിൽ മാത്രം ഒരു വ്യത്യാസം വരികയും പുതിയ തന്മാത്രകളൊന്നും രൂപപ്പെടാതെ ഇരിക്കുകയും ചെയ്താൽ അതിനെ നമ്മൾ ഭൗതിക മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയും. ഇനി ഒരു ചേഞ്ച് നടക്കുന്നതിന്റെ ഫലമായിട്ട് അവിടെ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുകയാണ്. ഒരു പദാർത്ഥം മാറിയിട്ട് മറ്റൊരു പദാർത്ഥം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ള ചേഞ്ചസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാസമാറ്റം. കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാസമാറ്റം എന്ന് പറയും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി. ഇനി ഈ ജലം നീരാവിയായിട്ട് മാറി. ഈ നീരാവിയെ തണുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ജലം കിട്ടുമല്ലോ. നീരാവിയെ തണുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എന്ത് കിട്ടുന്നു, ജലം കിട്ടുന്നു. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇതിനെ നമുക്ക് പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. പഴയ പോലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഇരുമ്പ് തുരുമ്പിക്കുന്നത് ആലോചിക്കുക. ഇരുമ്പ് തുരുമ്പിക്കുകയാണ്. ഓക്കെ, യെസ്, ഇരുമ്പ് തുരുമ്പിക്കുന്നു.
ഇവിടെ ഇരുമ്പ് എന്ന് പറയുന്ന പദാർത്ഥം തുരുമ്പെന്ന് പറയുന്ന മറ്റൊരു പദാർത്ഥമായിട്ട് മാറിക്കഴിഞ്ഞു. രണ്ടിന്റെയും കെമിക്കൽ ഫോർമുല വ്യത്യാസമാണ്. പുതിയൊരു തന്മാത്രയാണ് തുരുമ്പ് എന്ന് പറയുന്നത്. അപ്പൊ പുതിയൊരു തന്മാത്ര ഉണ്ടായി കഴിഞ്ഞു. ഇനി തുരുമ്പിച്ചതിനെ നമുക്ക് തിരിച്ച് ഇരുമ്പാക്കി മാറ്റാൻ പറ്റുമോ? അയണാക്കി മാറ്റാൻ സാധിക്കുമോ? പഴയ പോലെ അതേ അവസ്ഥയിലുള്ള അയണാക്കി മാറ്റാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നമുക്ക് പഴയ അവസ്ഥയിലേക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇത് എന്തിന്റെ എക്സാമ്പിൾ ആയിരിക്കും? ഇതൊരു രാസമാറ്റത്തിന്റെ ഉദാഹരണമായിരിക്കും. കെമിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിൾ ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഒരു വസ്തുവില് ഒരു ചേഞ്ച് നടക്കുകയാണ്. ആ ചേഞ്ചിൽ തന്മാത്രാ ക്രമീകരണത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്, അല്ലാതെ പുതിയ പദാർത്ഥങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഭൗതിക മാറ്റം എന്നും, പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ രാസമാറ്റം അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്നും എന്ത് ചെയ്യുന്നു? വിളിക്കുന്നു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നോക്കിക്കോളൂ. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഭൗതിക മാറ്റത്തിൽ പദാർത്ഥങ്ങളിലെ തന്മാത്രാ ക്രമീകരണം വ്യത്യാസപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. ഇതൊരു താൽക്കാലിക മാറ്റമാണ്. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. ഭൗതിക മാറ്റം എന്ത് മാറ്റമാണിടാ? താൽക്കാലിക മാറ്റമാണ്. എന്നാൽ രാസമാറ്റത്തിൽ പദാർത്ഥം പൂർണ്ണമായി പുതിയൊരു പദാർത്ഥമായി മാറുന്നു. പൂർണ്ണമായിട്ടും പുതിയൊരു പദാർത്ഥമായിട്ട് മാറുകയാണ്. അതായത് അവിടെ പുതിയ തന്മാത്രകൾ എന്ത് ചെയ്യുന്നു? പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. ഇതൊരു എന്ത് മാറ്റമാണ്? ഇതൊരു സ്ഥിര മാറ്റമാണ്. പെർമനന്റ് ചേഞ്ച് ആണ്. അപ്പൊ ഭൗതിക മാറ്റം താൽക്കാലിക മാറ്റമാണ്. നമ്മുടെ രാസമാറ്റം സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. ഭൗതിക മാറ്റത്തിൽ തന്മാത്രാ ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് നടക്കുന്നത്. അതിനാൽ ഇതിനെ പഴയ അവസ്ഥയിലേക്ക് എളുപ്പം മാറ്റാൻ കഴിയുന്നു. രാസമാറ്റത്തിൽ പുതിയ തന്മാത്രകൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനായിട്ട് എന്ത് ചെയ്യില്ല? സാധിക്കില്ല. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരത്തെ കണ്ട ആ ഒരു എക്സാമ്പിൾസിനെ ഒന്ന് മാറ്റി എഴുതി നോക്കിയാലോ. ജലം നീരാവിയാകുന്നു. ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ? നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും അല്ലെ? അപ്പൊ ഇതൊരു ഭൗതിക മാറ്റമാണ്. വിറക് കത്തുന്നു. ഈ വിറക് കത്തി എന്തായി മാറി? കരിയും ചാരവും ഒക്കെ ആയി മാറിക്കഴിഞ്ഞു. പുതിയ പദാർത്ഥമായി മാറിക്കഴിഞ്ഞു അല്ലെ? ഇതിന് നമുക്ക് തിരിച്ചു കൊണ്ടുപോയി നടക്കുവോ? ഇല്ല. അപ്പൊ അതെന്ത് മാറ്റമാണ്? അതൊരു രാസമാറ്റത്തിന്റെ എക്സാമ്പിൾ ആണ്. ഇരുമ്പ് തുരുമ്പിക്കുന്നു. പഴയ പോലെ നമുക്ക് ഇരുമ്പാക്കി മാറ്റാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ അതെന്ത് മാറ്റം? രാസമാറ്റമാണ്. ഓക്കെ, രാസമാറ്റമാണ്. മെഴുക് ഉരുകുന്നു. മെഴുക് കട്ടിയായിട്ടിരുന്നു. ആ മെഴുക് എന്ത് ചെയ്തു? ഉരുകിയിട്ട് ദ്രാവക രൂപത്തിലേക്ക് മാറി. പുതിയ എന്തെങ്കിലും പദാർത്ഥം അവിടെ ഉണ്ടായോ? ഇല്ല അല്ലെ? അപ്പൊ അതെന്ത് മാറ്റമായിരിക്കും? അതൊരു ഭൗതിക മാറ്റമായിരിക്കും. പടക്കം പൊട്ടുന്നു. പടക്കത്തിന്റെ ഉള്ളിൽ ധാരാളം രാസവസ്തുക്കളുണ്ട്. നമ്മൾ കത്തിക്കുന്ന സമയത്ത് ഈ രാസവസ്തുക്കൾ റിയാക്ഷൻസ് നടക്കുകയും അത് ഇങ്ങനെ പ്രകാശവും സൗണ്ടും ഒക്കെ ആയിട്ട് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. പിന്നീട് ആ പറഞ്ഞ രാസവസ്തുക്കൾ ആ പടക്കത്തിന്റെ ഉള്ളിലുണ്ടോ? ഇല്ലല്ലേ? അത് പൂർണ്ണമായിട്ടും മറ്റേതോ പദാർത്ഥമായി മാറിക്കഴിഞ്ഞു. അപ്പൊ അത് എന്ത് മാറ്റമായിരിക്കും? അതൊരു രാസമാറ്റത്തിന്റെ എക്സാമ്പിൾ ആയിരിക്കും. വിറക് വെട്ടുന്നു. ഈ വിറക് വെട്ടുന്ന സമയത്ത് പുതിയ പദാർത്ഥം എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? അതിന്റെ വലിപ്പത്തിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് അല്ലെ? പുതിയ പദാർത്ഥം ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ അത് എന്ത് മാറ്റമായിരിക്കും? അതൊരു ഭൗതിക മാറ്റമായിരിക്കും. പേപ്പർ ചുരുട്ടുന്നു. എന്തിന്റെ എക്സാമ്പിൾ ആയിരിക്കും? പേപ്പർ ചുരുട്ടി അതിന്റെ ഷേപ്പിലല്ലേ വ്യത്യാസം വരുന്നുള്ളൂ. പുതിയ പദാർത്ഥങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. അപ്പൊ പേപ്പർ ചുരുട്ടുന്നു എന്ന് പറയുമ്പോൾ അത് എന്ത് മാറ്റമായിരിക്കും? അതൊരു ഭൗതിക മാറ്റം. പേപ്പർ ചെറിയ കഷ്ണങ്ങളാക്കുന്നു. അവിടെയും അതിന്റെ സൈസിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. പുതിയ പദാർത്ഥം ഉണ്ടായിട്ടില്ല. അപ്പൊ അത് എന്ത് മാറ്റമാണ്? ഭൗതിക മാറ്റത്തിന്റെ എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഇത്രയാണ് നന്നായിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇവിടെ ഒരു എന്താ രാസമാറ്റത്തിന്റെ കുറച്ച് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കാം. നമുക്ക് ഒന്ന് നോക്കാം. 2 ബീക്കറിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു ബീക്കറിനകത്ത് ഒരു കഷ്ണം എന്തിടുന്നു? സോഡിയം ഇടുകയാണ്. സോഡിയം. ഓക്കെ, സോഡിയം ഇട്ടു. അപ്പൊ 2 ബീക്കറിൽ നമ്മൾ വെള്ളം എടുത്തു. ഇത് ഞാൻ എ എന്ന് എഴുതുന്നു, ഇത് ഞാൻ ബി എന്ന് എഴുതുന്നു. ഇതിൽ ഒരു ബീക്കറിൽ എന്ത് ചെയ്തു? ഒരു ബീക്കറിൽ മാത്രമാണ് ഞാൻ സോഡിയം ഇട്ടത്. ഈ ബീക്കറിലാണ് ഞാൻ സോഡിയം ഇട്ടതെന്ന് വിചാരിക്കുക. ഇതിനകത്താണ് ഞാൻ ഒരു കഷ്ണം സോഡിയം ഇട്ടതെന്ന് വിചാരിക്കുക. ഈ സോഡിയവും വെള്ളവും കൂടി ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. കത്തി പിടിക്കുന്ന പോലെ നല്ലോണം റിയാക്ട് ചെയ്യുന്ന ഒരു ലോഹമാണ് എന്ത്? സോഡിയം എന്ന് പറയുന്നത്. ഈ സോഡിയവും ഈ ഒരു വെള്ളവും കൂടി നന്നായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു വാതകം പുറത്തേക്ക് വരുന്നത് നിങ്ങൾ കണ്ടോ? ഒരു വാതകം പുറത്തേക്ക് വരുന്നത് കണ്ടോ? കണ്ടു. ഈ വാതകം ഹൈഡ്രജൻ വാതകമായിരിക്കും. എന്ത് വാതകമായിരിക്കും? ഹൈഡ്രജൻ വാതകമായിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയോ? ഫിനോൾഫ്തലീൻ എന്ന് പറഞ്ഞ ഒരു വസ്തു ഉണ്ട്. ഫിനോൾഫ്തലീൻ. ഓക്കെ, ഫിനോൾഫ്തലീൻ. ഈ ഫിനോൾഫ്തലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂചകമാണ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ആണ്. അതായത് ഒരു വസ്തു, ഫിനോൾഫ്തലീൻ നമ്മളൊരു വസ്തുവിലേക്ക് ഇടുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന വസ്തു ആസിഡ് ആണോ അതോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ സൂചകമാണ് ഫിനോൾഫ്തലീൻ എന്ന് പറയുന്നത്. ഈ ഫിനോൾഫ്തലീൻ നമ്മൾ ആസിഡിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അവിടെ നിറവ്യത്യാസം ഒന്നും ഉണ്ടായില്ല.
അതേസമയം ഈ ഫിനോൾഫ്തലീനെ നമ്മൾ ആൽക്കലിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പിങ്ക് കളർ ഉണ്ടാവും. അവിടെ എന്തുണ്ടാകും? ഒരു പിങ്ക് കളർ ഉണ്ടാകും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ശരി, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ഫിനോൾഫ്തലീന്റെ ഒരു 2 തുള്ളി എടുത്തിട്ട് നമ്മൾ ഈ 2 ബീക്കറിലും നമ്മൾ ഒഴിക്കുന്നു. ആദ്യത്തെ ബീക്കറിനകത്ത് വെറും വെള്ളം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ബീക്കറിൽ നമ്മൾ സോഡിയം ഇട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, അവിടെ നമ്മൾ ഫിനോൾഫ്തലീൻ ഒഴിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നേ? ഈ രണ്ടാമത്തെ ബീക്കറിൽ ഉള്ള വെള്ളത്തിന്റെ നിറം വ്യത്യാസപ്പെട്ടു. അതൊരു പിങ്ക് കളറായിട്ട് മാറി. ശരിയല്ലേ? പിങ്ക് കളറായിട്ട് മാറി. അപ്പൊ അവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? ആ ഒരു പിങ്ക് കളറിന്റെ സാന്നിധ്യം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പറയൂ. നേരത്തെ ഞാൻ പറഞ്ഞു, ഫിനോൾഫ്തലീൻ എന്തിലാണ് പിങ്ക് കളർ കാണിക്കുന്നത്? ആൽക്കലിയിലാണ് പിങ്ക് കളർ കാണിക്കുന്നത് അല്ലെ? ആൽക്കലിയിലാണ് ഫിനോൾഫ്തലീൻ പിങ്ക് നിറം കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രവർത്തനം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എന്തുണ്ടായി എന്ന് മനസ്സിലായി. ആൽക്കലി ഉണ്ടായി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അവിടെ ഒരു റിയാക്ഷൻ നടന്നു അല്ലെ? അവിടെ ഒരു രാസപ്രവർത്തനം നടന്നു. അവിടെ നടന്ന രാസപ്രവർത്തനം നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? അതായത് നമ്മൾ എടുത്തത് സോഡിയം ആയിരുന്നു. സോഡിയത്തിന്റെ സിമ്പൽ നിങ്ങൾക്ക് അറിയാം, Na എന്നുള്ളതാണ് സോഡിയത്തിന്റെ സിമ്പൽ. തൊട്ടുമുന്നത്തെ പാഠത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ദെൻ ഇത് എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ജലവുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. H2O ആണ് ജലം അല്ലെ? ജലവുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നത് NaOH ഉണ്ടാകുന്നു. ഓക്കെ, എന്തുണ്ടാകുന്നു? NaOH ഉണ്ടാകുന്നു. പ്ലസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഈ NaOH എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ നിങ്ങൾക്ക്? NaOH എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ള ഒരു ആൽക്കലിയാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് വിളിക്കും. സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇത് അറിയപ്പെടുന്ന പേര് കാസ്റ്റിക് സോഡ എന്നാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് അറിയപ്പെടുന്ന പേരെന്താണ്? കാസ്റ്റിക് സോഡ. നമ്മൾ സോപ്പ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആൽക്കലിയാണ് ഈ പറയുന്ന കാസ്റ്റിക് സോഡ അല്ലെങ്കിൽ NaOH. NaOH എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് കേട്ടോ. സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ സോഡിയം ലോഹം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ആൽക്കലിയാണ് എന്ത്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, അപ്പോ ഈ ഒരു ആൽക്കലിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഇവിടെ പിങ്ക് നിറം കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ ഇത് എന്ത് ചേഞ്ച് ആണ്? ഇതൊരു രാസമാറ്റമാണ് അല്ലെ? ഇതൊരു രാസമാറ്റമാണ്. ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. നമുക്ക് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇതൊരു രാസമാറ്റത്തിന്റെ ഉദാഹരണമാണ്. അപ്പൊ ജസ്റ്റ് നോക്കുക, സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ ജലവുമായി തീവ്രമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകവും ആൽക്കലിയും ഉണ്ടാകുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കി വെച്ചേക്കണേ. അടുത്ത നമ്മൾ ലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലൊന്ന് മനസ്സിലാക്കാം. സോഡിയം പൊട്ടാസ്യം ഒക്കെ ഭയങ്കരമായിട്ട് റിയാക്ഷനിൽ പങ്കെടുക്കാൻ കഴിവുള്ള, ക്രിയാശീലത ഒത്തിരി കൂടിയ ലോഹങ്ങളാണ്. അപ്പൊ അവര് എന്ത് ചെയ്യുന്നു? ജലവുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് തീവ്രമായിട്ട് പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജൻ വാതകത്തെയും ആൽക്കലിയെയും എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കുന്നു. ആൽക്കലി ഉണ്ടാക്കുന്നു. ഇനി ഇതിന് പകരം പൊട്ടാസ്യം ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആൽക്കലി KOH ആയിരിക്കും. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. സെയിം കളർ തന്നെ അവിടെയും കിട്ടും ഫിനോൾഫ്തലീൻ ചേർത്ത് കഴിഞ്ഞാൽ. കാരണം KOH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? ഒരു സ്ട്രോങ് ഒരു ആൽക്കലിയാണ്. KOH എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കലിയാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ട. അഭികാരകവും ഉൽപ്പന്നവും നിങ്ങൾക്ക് അറിയാം. അഭികാരകം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്, അവരാണ് അഭികാരകങ്ങൾ. ഇവിടെ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് സോഡിയവും ജലവുമാണ് അഭികാരകങ്ങൾ, റിയാക്ടൻസ് എന്ന് പറയും. ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ആരൊക്കെ കിട്ടി എന്നുള്ളതാണ് ഉൽപ്പന്നം, പ്രോഡക്റ്റ്. NaOHും ഹൈഡ്രജനുമാണ് കിട്ടിയത്. നമുക്കറിയാം. രാസസമവാക്യം ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞതാണ് അല്ലെ? നമ്മളിവിടെ മേളിൽ എഴുതി കഴിഞ്ഞു രാസസമവാക്യം. ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി. ഓക്കെ, മെഗ്നീഷ്യം വായുവിൽ കത്തുന്ന പ്രവർത്തനം. ഓക്കെ, അവിടെ താപവും പ്രകാശവും ഉണ്ടാവും അല്ലെ? ഒരു മെഗ്നീഷ്യം എടുത്തിട്ട് നമ്മൾ വായുവിൽ കത്തിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ കത്തുന്ന സമയത്ത് ചൂടും പ്രകാശവും അവിടെ ഉണ്ടാവുമല്ലോ. ഇതെന്ത് മാറ്റത്തിന്റെ എക്സാമ്പിൾ ആണ്? രാസമാറ്റത്തിന്റെ എക്സാമ്പിൾ അല്ലേ? ഉറപ്പായിട്ടും രാസമാറ്റത്തിന്റെ എക്സാമ്പിൾ ആണ് അല്ലെ? ആ മെഗ്നീഷ്യം കത്തി മറ്റു വസ്തുവായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ അത് രാസമാറ്റത്തിന്റെ എക്സാമ്പിൾ ആണ്. ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് രാസമാറ്റങ്ങളെ നമുക്ക് പരിചയപ്പെടാം. രാസമാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. പ്രധാനമായിട്ടും രാസമാറ്റങ്ങളെ പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തേത് താപരാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തെർമോ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. താപരാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തെർമോ കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, നോക്കിക്കോളൂ. ഇവിടെ ഒരു പ്രവർത്തനമാണ്. നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്. ഈ ടെസ്റ്റ് ട്യൂബില് നമ്മളൊരു കഷ്ണം മെഗ്നീഷ്യം എടുക്കുന്നു. ഓക്കെ, മെഗ്നീഷ്യം എടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 5 ml നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുന്നു. ഓക്കെ, അത് കണ്ടല്ലോ. മെഗ്നീഷ്യം എടുത്തു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ഇതിന്റെ അല്ല കേട്ടോ. ഇതിന്റെ എക്സാമ്പിൾ ആണ്. ഈ ചിത്രം ഇതിൻ്റെതല്ല. താഴത്തെ എക്സ്പെരിമെന്റിന്റെ ചിത്രമാണത്. അപ്പൊ ഇതിനകത്ത് നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? കുറച്ച് മെഗ്നീഷ്യം നമ്മൾ അതിനകത്തോട്ട് എടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്തു. ഇവിടെ നിന്ന് ഒരു വാതകം പുറത്തേക്ക് വരും. ഏത് വാതകമായിരിക്കും പുറത്തേക്ക് വരുന്നത്? നോക്കൂ, ഇതൊരു ലോഹമല്ലേ? ഇതൊരു ആസിഡ് അല്ലേ?
ഈ ആസിഡും ലോഹവുമായി പ്രവർത്തിച്ചാൽ അവിടുന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആയിരിക്കും കേട്ടോ. അവിടെ പുറത്തേക്ക് വരുന്ന വാതകം എന്തായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. ഇനി ഈ പ്രവർത്തനം നടന്നിട്ട് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിന്റെ അടിഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ചൂട് അനുഭവപ്പെടും. നമുക്ക് കുറച്ചൊന്ന് ചൂടായിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പൊ ടെസ്റ്റ് ട്യൂബിന്റെ അടിഭാഗം സ്പർശിച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അനുഭവപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ചൂട് അനുഭവപ്പെടും. അതിന്റെ കാരണം എന്താണ് കാരണം? ഈ മെഗ്നീഷ്യവും ഈ പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി പ്രവർത്തിച്ചിട്ട് അവിടെ കുറച്ച് താപം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ശരിയല്ലേ? ഈ റിയാക്ഷൻ നടന്നതിന്റെ ഫലമായി ഈ മെഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ഹൈഡ്രജൻ ഗ്യാസ് പുറത്തേക്ക് പോയി. ഓക്കെ, അതിനോടൊപ്പം എന്തും പുറത്തേക്ക് വന്നു? കുറച്ച് താപവും പുറത്തേക്ക് വന്നു, ഹീറ്റും പുറത്തേക്ക് വന്നു. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ റിയാക്ഷൻ എങ്ങനെ എഴുതാം? നിങ്ങൾ നോക്കൂ. മെഗ്നീഷ്യം എഴുതിയിട്ടുണ്ട്. മെഗ്നീഷ്യം പ്ലസ് 2HCl. ഈ 2 ഒക്കെ ഇടുന്ന എന്തിനാ? രാസ സമീകരണം നടത്താൻ അല്ലെ? കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കെമിക്കൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അറിയാം അല്ലെ? രണ്ടു വശം ഈക്വൽ ആക്കാനാണ് 2 ഒക്കെ കൊടുത്തത്. അപ്പൊ അവിടെ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, ഈ കാര്യത്തിലേക്ക് വരിക. മെഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്ന് എന്തൊക്കെ ഉണ്ടായി? മെഗ്നീഷ്യം ക്ലോറൈഡ്. ഓക്കെ, മെഗ്നീഷ്യം ക്ലോറൈഡ് MgCl2, പിന്നെ ഹൈഡ്രജൻ ഉണ്ടായി, പിന്നെ കുറച്ച് താപം പുറത്തേക്ക് വന്നു അല്ലെ? കുറച്ച് താപം എന്ത് ചെയ്തു? പുറത്തേക്ക് വന്നു. താപം പുറത്തേക്ക് വന്നു. ഇങ്ങനെ ഒരു രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് കുറച്ച് താപം, ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കുറച്ച് താപം എന്ത് ചെയ്യാണ്? പുറത്തേക്ക് വരികയാണ്. പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കുറച്ച് താപം എന്ത് ചെയ്യാണ്? പുറത്തേക്ക് വരികയാണ്. ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. നമുക്ക് മറ്റൊരു പ്രവർത്തനം കൂടി നോക്കാം. മറ്റൊരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ചിത്രം നോക്കിയാൽ മതി. ഇവിടെ ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്. ആ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ കുറച്ച് എന്തിട്ടിട്ടുണ്ട്? ഈർപ്പമൊന്നും ഇല്ലാത്ത പൊട്ടാസ്യം പെർമാംഗനേറ്റ്, KMnO4, അതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഓക്കെ, പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ തരികൾ നമ്മൾ ഇട്ടിരിക്കുന്നു. ഒരു വയലറ്റ് കളർ, പർപ്പിൾ നിറമാണുള്ളത്, കണ്ടോ? അപ്പൊ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ തരികൾ നമ്മൾ ഇട്ടു. എന്നിട്ട് ഈ ടെസ്റ്റ് ട്യൂബ് നമ്മൾ എന്ത് ചെയ്യുന്നു? ചൂടാക്കുകയാണ്. ഇവിടെ നമ്മൾ ചൂട് കൊടുക്കുകയാണ്. നമ്മളൊരു ബർണർ ഉപയോഗിച്ചിട്ട് നമ്മൾ താപം അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് ചൂടാക്കി കൊടുക്കുകയാണ് ഇതിനെ. ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരു വാതകം പുറത്തേക്ക് വരും. ഓക്കെ, അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചന്ദനത്തിരി, കണ്ടോ? കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചന്ദനത്തിരി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിന്റെ വായ്ഭാഗത്ത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ഈ ചന്ദനത്തിരി എന്ത് ചെയ്യുന്നു അറിയോടാ? ആളിക്കത്തും. ഈ ചന്ദനത്തിരി എന്ത് ചെയ്യുന്നു? ആളിക്കത്തുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്തോ ഒരു വാതകം പുറത്തേക്ക് വന്നു. ആ വാതകത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ചന്ദനത്തിരി നന്നായിട്ട് ആളിക്കത്തിയത്. ഓക്കെ, ഇങ്ങനെ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാന്ന് നിങ്ങൾക്ക് അറിയാമോ? കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. എന്താണ്? ഓക്സിജൻ ആണ്. അപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് വന്നത് ഓക്സിജൻ വാതകമായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ചിലർക്കെങ്കിലും വരുന്നൊരു സംശയമാണ്, ഹൈഡ്രജൻ അല്ലേ ഇങ്ങനെ ഭയങ്കരമായിട്ട് കത്തുന്നത്? ഹൈഡ്രജൻ അല്ലേന്ന് തോന്നും. ഹൈഡ്രജൻ സ്വയം കത്തുന്ന വാതകമാണ്. അതായത് ഒരു പോപ്പ് ശബ്ദത്തോടു കൂടി, ഒരു പൊട്ടിത്തെറിക്കുന്ന ശബ്ദത്തോടു കൂടി സ്വന്തമായിട്ട് കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാ? ഓക്സിജൻ ആണ്. അപ്പൊ ഇപ്പൊ ഈ നമ്മൾ അടുപ്പിലൊക്കെ ആണെങ്കിലും വിറകൊക്കെ നമ്മളിങ്ങനെ തിങ്ങി ഞെരുക്കി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കത്തില്ലല്ലോ. അതിന്റെ കാരണം അവിടെ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാത്തതാണ്. അപ്പൊ കുറച്ച് ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഏതൊരു വസ്തുവിനും നന്നായിട്ട് കത്താൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇവിടെ ഈ കാണിച്ച ചന്ദനത്തിരി നന്നായിട്ട് ആളെ കത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന് കത്താനുള്ള ഒരു സഹായം കൊടുക്കുന്നു. ആര് കൊടുക്കുന്നു? അവിടെ ഉണ്ടായ ഓക്സിജൻ കൊടുക്കുന്നു. മനസ്സിലായോ? ഓക്കെ, ശരി. അപ്പൊ ചന്ദനത്തിരി ആളിക്കത്താനുള്ള കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി. എന്താണ് കാരണം? അവിടെ ഓക്സിജൻ ഉണ്ടായതാണ് കാരണം എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഈ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ പർപ്പിൾ നിറത്തിൽ എടുത്തു വെച്ചിരുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ നിറം മങ്ങുന്നു. ഓക്കെ, ആ ഒരു നിറം മങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ എന്തോ പൊട്ടാസ്യം പെർമാംഗനേറ്റിന് എന്തോ ഒരു മാറ്റം ഉണ്ടായി നമുക്ക് മനസ്സിലായി. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കിക്കോളൂ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുന്ന സമയത്ത് അത് വിഘടിച്ച് എന്തൊക്കെയായിട്ട് മാറുന്നു? പൊട്ടാസ്യം മാംഗനേറ്റ്, മാംഗനീസ് ഡയോക്സൈഡ്, ഓക്സിജൻ എന്നിങ്ങനെ 3 പദാർത്ഥങ്ങളായിട്ട് മാറുന്നു. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുന്ന സമയത്ത് അത് വിഘടിച്ചിട്ട് പൊട്ടാസ്യം മാംഗനേറ്റ്, മാംഗനീസ് ഡയോക്സൈഡ്, ഓക്സിജൻ എന്ന് പറയുന്ന 3 ആൾക്കാരായിട്ട് മാറുന്നു. ഓക്കെ, ഈ പ്രവർത്തനം നടക്കണമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് താപം കൊടുക്കണം, വേണ്ടേ? നമ്മൾ പുറത്തുനിന്ന് താപം കൊടുത്താലല്ലേ ഈ പ്രവർത്തനം നടക്കുകയുള്ളൂ. വെറുതെ നമ്മൾ കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ എടുത്ത് നമ്മുടെ ടെസ്റ്റ് ട്യൂബിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രവർത്തനം നടക്കുമോ? ഇല്ല. അപ്പൊ ഈ ഒരു റിയാക്ഷൻ നടക്കാനായിട്ട് എന്തിന്റെ സഹായം വേണമായിരുന്നു? താപത്തിന്റെ സഹായം വേണമായിരുന്നു. തൊട്ട് മുമ്പേ നമ്മൾ കണ്ട റിയാക്ഷനിൽ, മെഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷനിൽ നമ്മൾ കണ്ടു, ആ റിയാക്ഷൻ നടന്നതിന്റെ ഫലമായിട്ട് അവിടെ താപം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ശരിയല്ലേ? താപം ഉണ്ടായി അവിടെ. ഇവിടുത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ താപം കൊടുത്താൽ മാത്രമാണ് ഇവിടെ എന്ത് നടക്കുന്നുള്ളൂ? റിയാക്ഷൻ നടക്കുന്നുള്ളൂ. ശരിയല്ലേ? ഓക്കെ, അപ്പോ നമുക്കൊരു കാര്യം മനസ്സിലായി.
ചില റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത് താപം അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. ചില റിയാക്ഷൻസ് നടക്കണമെങ്കിൽ താപം ആവശ്യമായിട്ട് വരുന്നുണ്ട്, അല്ലെ? ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ അതിനകത്ത് താപത്തെ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ താപം അതിന്റെ ഫലമായിട്ട് പുറത്തേക്ക് വരികയോ ചെയ്താൽ അത്തരം റിയാക്ഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് താപരാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തെർമോ കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, ഇതില് താപത്തെ പുറത്തേക്ക് വിടുകയാണെങ്കിൽ, താപം പുറത്തേക്ക് വരിക, ഒരു റിയാക്ഷന്റെ ഫലമായിട്ട് നമ്മൾ ഇവിടെ കണ്ടതുപോലെ താപം പുറത്തേക്ക് വരികയാണെങ്കിൽ അത് എക്സോതെർമിക് പ്രോസസ്സുകളായിരിക്കും, അല്ലെങ്കിൽ താപമോചക പ്രവർത്തനങ്ങളായിരിക്കും. താപമോചക പ്രവർത്തനങ്ങളായിരിക്കും. ഇനി ഒരു റിയാക്ഷൻ നടക്കാൻ താപത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ, നമ്മൾ അങ്ങോട്ട് താപം കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ താപ ആഗിരണ പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കും. താപം ആഗിരണം ചെയ്തുകൊണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് താപ ആഗിരണ പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിച്ചല്ലോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ചത് താപോർജത്തെ ആഗിരണം ചെയ്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. ഇത് അവിടെ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കുക. താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെ താപമോചക പ്രവർത്തനങ്ങൾ എന്നും താപം ആഗിരണം ചെയ്യുന്നവയെ താപ ആഗിരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, പറയുന്നു. ക്ലിയർ ആയി? ഇനി ഇത് ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ബാക്കിയുള്ളത് പഠിക്കാൻ പറ്റും. അടുത്ത രണ്ടാമത്തെ ടൈപ്പ് ഓഫ് രാസപ്രവർത്തനം പഠിക്കാൻ സാധിക്കും. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പ്രകാശ രാസപ്രവർത്തനങ്ങളാണ്, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, താപരാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ താപത്തെ ആഗിരണം ചെയ്യുന്നു അല്ലെങ്കിൽ താപത്തെ പുറത്തേക്ക് വിടുന്നു, അതാണ് താപരാസപ്രവർത്തനങ്ങൾ. അപ്പൊ പ്രകാശ രാസപ്രവർത്തനം എന്തായിരിക്കും? ഒരു രാസപ്രവർത്തനം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രകാശത്തെ ആഗിരണം ചെയ്യുകയോ പ്രകാശത്തെ ഉപയോഗിച്ചുകൊണ്ടൊരു രാസപ്രവർത്തനം നടക്കുകയോ അല്ലെങ്കിൽ ഒരു രാസപ്രവർത്തനം നടന്നതിന്റെ ഫലമായിട്ട് പ്രകാശം ഉണ്ടാവുകയോ ചെയ്താൽ, പ്രകാശം പുറത്തേക്ക് ഉണ്ടാവുകയോ ചെയ്താൽ അത്തരം രാസപ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുക? പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയാം. പ്രകാശ രാസപ്രവർത്തനങ്ങൾ. ക്ലിയർ ആയി? ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. നമ്മുടെ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എല്ലാവർക്കും അറിയാം. നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ തന്നെ കാരണം ഈ ഒരു സസ്യങ്ങള് പ്രകാശ സംശ്ലേഷണം ചെയ്യുന്നതാണ്, അല്ലെ? അപ്പൊ ഈ പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ സൂര്യപ്രകാശം വേണമല്ലോ. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കില്ല. അപ്പൊ സൂര്യന്റെ പ്രകാശത്തെ ആഗിരണം ചെയ്തുകൊണ്ടാണ് സസ്യങ്ങൾ എന്തുണ്ടാക്കുന്നത്? ഈ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത്, അല്ലെ? അപ്പോ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാ പ്രകാശ സംശ്ലേഷണം നടക്കുന്നേ? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. ജലവും കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ പ്രകാശവും ഹരിതകത്തിന്റെ സഹായവും ഒക്കെ വേണം, അല്ലെ? ഇങ്ങനെ എല്ലാത്തിന്റെയും സഹായത്തോടു കൂടി നമ്മുടെ ഹരിത സസ്യങ്ങൾ ആഹാരം ഉണ്ടാക്കുന്നു. അതാണ് പ്രകാശ സംശ്ലേഷണം. അവിടെ പുറത്തേക്ക് വരുന്നത് ഗ്ലൂക്കോസും ഓക്സിജനും ആണ്. ഓക്കെ, അവിടെ റിയാക്ഷൻ ദാ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ റിയാക്ഷനിൽ ഇതാ പ്രകാശത്തെ ഉപയോഗിച്ചു, കണ്ടോ? പ്രകാശം അല്ലെങ്കിൽ സൂര്യന്റെ പ്രകാശത്തെ യൂസ് ചെയ്തു, പ്രകാശത്തെ ആഗിരണം ചെയ്തിട്ടാണ് ഈ ഒരു രാസപ്രവർത്തനം നടന്നത്. ഇങ്ങനെ ഉണ്ടാവുന്ന ഗ്ലൂക്കോസ് ആണ് സസ്യങ്ങൾ അന്നജമൊക്കെ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ബയോളജിയിൽ നിങ്ങളത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ഹരിത സസ്യങ്ങൾ ആവശ്യമാണ്. പ്രകൃതിയിലെ ആഹാര നിർമ്മാണ ശാലകളാണ് ഇലകൾ എന്നറിയാം. ഇലകളിലും നമ്മുടെ പച്ച നിറമുള്ള ഭാഗങ്ങളിലും ഒക്കെയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ഓക്കെ, ഇത് ബയോളജി ഭാഗത്തുള്ളതാണ് കേട്ടോ. നിങ്ങൾ അവിടെയും പഠിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി. സസ്യങ്ങളിലെ ഹരിത കണങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഈ ഗ്ലൂക്കോസ് ആണ് അന്നജമായി മാറി ഇലകളിലും പഴങ്ങളിലും കിഴങ്ങുകളിലും ഒക്കെ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഈ രീതിയിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? ഹരിത സസ്യങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് ഒരു പ്രകാശ രാസപ്രവർത്തനത്തിന്റെ എക്സാമ്പിൾ ആണെന്ന് മനസ്സിലായി, അല്ലെ? പ്രകാശ സംശ്ലേഷണം ഒരു പ്രകാശ രാസപ്രവർത്തനത്തിന്റെ എക്സാമ്പിൾ ആണ്. പ്രകാശത്തെ ആഗിരണം ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് പ്രകാശത്തെ പുറത്തേക്ക് വിടുന്ന ആ ഒരു എക്സാമ്പിൾ പഠിച്ചാലോ? എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് നമ്മുടെ മിന്നാമിനിങ്, അല്ലെ? മിന്നാമിനിങ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ, ഈ മിന്നാമിനിങ്ങിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്താണ്? പുറത്തേക്ക് വരുന്നത് പ്രകാശമാണ്. അപ്പൊ അതൊരു പ്രകാശ രാസപ്രവർത്തനത്തിന്റെ എക്സാമ്പിൾ ആയിരിക്കുമല്ലോ. നമുക്ക് നോക്കാം. മിന്നാമിനിങ്ങിന്റെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് പ്രകാശോർജം പുറത്തേക്ക് വിടുന്നത്. മിന്നാമിനിങ്ങിന്റെ ശരീരത്തിലെ ലൂസിഫെറൈസ് എന്ന എൻസൈമിന്റെ സാന്നിധ്യത്തിൽ ലൂസിഫെറിൻ, ആ മിന്നാമിനിങ്ങിന്റെ ശരീരത്തിൽ ലൂസിഫെറിൻ എന്നൊരു വസ്തു ഉണ്ട്, ലൂസിഫെറിൻ ഉണ്ട്. ആ ലൂസിഫെറിൻ ഓക്സിജനുമായി ചേർന്ന് ഇവിടെ ആരുടെ സഹായം വേണം? ഓക്സിജനുമായിട്ട് ചേരുന്ന സമയത്ത് ആരുടെ സഹായം വേണം? ലൂസിഫെറൈസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ സഹായം വേണം. ഓക്കെ, ലൂസിഫെറൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം, ഒരു രാസാഗ്നിയുടെ സഹായം വേണം. ആ ഒരു ലൂസിഫെറിന് എന്ത് ചെയ്യുന്നു? ഓക്സിജനുമായിട്ട് ചേരുന്നു. ലൂസിഫെറൈസിന്റെ സഹായത്തോടു കൂടി ലൂസിഫെറിനും ഓക്സിജനുമായിട്ട് ചേർന്നിട്ട്
ഓക്സി ലൂസിഫെറിൻ ഉണ്ടാകുന്നു. ഓക്സി ലൂസിഫെറിൻ ഉണ്ടാകുന്നു. ഓക്കെ, ഓക്സി ലൂസിഫെറിൻ ഉണ്ടാകുന്നു. ഓക്കെ, ഇങ്ങനെ ഓക്സി ലൂസിഫെറിൻ ഉണ്ടാവുന്ന സമയത്താണ് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? പ്രകാശം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പൊ മിന്നാമിനിങ്ങിന്റെ ശരീരത്തിലുള്ള ലൂസിഫെറിൻ ഓക്സിജനുമായിട്ട് ചേരുന്നു. ഇങ്ങനെ ചേരുന്ന സമയത്ത് ആരുടെ സഹായം വേണം? അതിന്റെ തന്നെ ശരീരത്തിലുള്ള ലൂസിഫെറൈസ് എന്ന് പറയുന്ന രാസാഗ്നിയുടെ സഹായം വേണം. ഇതിന്റെ സഹായത്തോടു കൂടി ഇവർ രണ്ടാളും കൂടി ചേർന്ന് ഓക്സി ലൂസിഫെറിനായിട്ട് മാറുന്നു. കൂടെ തന്നെ കുറച്ച് പ്രകാശം അല്ലെങ്കിൽ ലൈറ്റിനെ പുറന്തള്ളുന്നു. ഇങ്ങനെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ഫിനോമിനൻ എന്ന് പറയുന്ന പേരാണ് എന്ത്? ബയോലൂമിനിസെൻസ്. ബയോലൂമിനിസെൻസ്. ബയോലൂമിനിസെൻസ് എന്നാണ് ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്നത്. ബയോലൂമിനിസെൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, ഈ പ്രകാശം വരുന്ന സമയത്ത് ഇവിടെ ചൂട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? ആ ചൂട് മിന്നാമിനിങ്ങിന് ചൂട് ഉണ്ടാവോ എന്നൊക്കെ ഒരു ഡൗട്ട് നമുക്ക് വരാം. പക്ഷെ ഈ ഒരു ബയോലൂമിനിസെൻസിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതിൽ ഒരു 95% എന്ത് തന്നെ ആയിരിക്കും? പ്രകാശം തന്നെ ആയിരിക്കും. വളരെ കുറച്ച് ചൂട് മാത്രമേ അവിടെ ഉണ്ടാവുന്നുള്ളൂ. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഒരു ഊർജത്തില് 95% എന്ത് തന്നെ ആയിരിക്കും? പ്രകാശം തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് മിന്നാമിനിങ്ങിന് അത് മിന്നുന്ന സമയത്ത് ചൂട് അനുഭവപ്പെടാത്തത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതും ഒരു പ്രകാശ രാസപ്രവർത്തനത്തിന്റെ ഉദാഹരണമാണ്. അവിടുന്ന് പുറത്തേക്ക് വരുന്നത് എന്താണ്? പ്രകാശമാണ് ഇവിടുന്ന് പുറത്തേക്ക് വരുന്നത്. ക്ലിയർ? ഓക്കെ, നോക്കാം. വെയിലത്ത് കറുത്തു പോകുന്ന ലവണം. ഈർപ്പമില്ലാത്ത 2 വാച്ച് ഗ്ലാസുകൾ. ഇങ്ങനെ വാച്ച് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരന്നിരിക്കുന്ന ഒരു ഗ്ലാസിന്റെ പാത്രമാണ് വാച്ച് ഗ്ലാസ്. വാച്ച് ഗ്ലാസ് എടുത്തിട്ട് രണ്ടിലും നമ്മൾ എന്തിടുന്നു? കുറച്ച് സിൽവർ ബ്രോമൈഡ് ഇടുന്നു. സിൽവർ ബ്രോമൈഡ് എന്ന് പറഞ്ഞാൽ AgBr എന്നാണ് അതിന്റെ രാസസൂത്രം. AgBr, സിൽവർ ബ്രോമൈഡ് ഇടുന്നു. ഇതില് ഒരു വാച്ച് ഗ്ലാസ് മാത്രം നമ്മൾ കറുത്ത കടലാസ് കൊണ്ട് പൊതിഞ്ഞു വെക്കുകയാണ്. ഓക്കെ, ഒരു വാച്ച് ഗ്ലാസ് മാത്രം എന്ത് ചെയ്യുന്നു? നമ്മൾ കറുത്ത കടലാസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? നമ്മൾ പൊതിഞ്ഞു വെക്കുന്നു. എന്നിട്ട് ഒരെണ്ണം അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് 2 നമ്മൾ അല്പസമയത്തേക്ക് എന്ത് ചെയ്യുന്നു? സൂര്യപ്രകാശത്തിലേക്ക് നമ്മൾ വച്ച് നോക്കുകയാണ്. ഓക്കെ, ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഈ തുറന്നു വെച്ച ആ ഒരു വാച്ച് ഗ്ലാസ്സിൽ ഉണ്ടായിരുന്ന സിൽവർ ബ്രോമൈഡിന്റെ നിറം എന്ത് ചെയ്യും? നിറം മാറി ഒന്ന് ഗ്രേ കളറായി പോകുന്നു, അല്ലെങ്കിൽ ഡാർക്ക് ആയി പോകുന്നു, അത് കറുത്തു പോകുന്നു. ഓക്കെ, അത് ഡാർക്ക് കളറായിട്ട് മാറുന്നു. നമ്മൾ പൊതിഞ്ഞു വെച്ചതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ തുറന്നു വെച്ചതിനകത്താണെങ്കിൽ കളർ മാറിയിട്ട് ഡാർക്ക് ആയിട്ട് എന്ത് ചെയ്യുന്നു? അത് മാറുന്നു. ഇവിടെ എന്തോ ഒരു മാറ്റം നടന്നു, അല്ലെ? എന്തോ ഒരു രാസമാറ്റം നടന്നു. എന്താണ് രാസമാറ്റം നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രകാശം, ഈ ഒരു തുറന്നു വെച്ച സാധനം പ്രകാശോർജത്തെ ആഗിരണം ചെയ്തു. പ്രകാശോർജത്തെ ആഗിരണം ചെയ്തിട്ട് ഈ സിൽവർ ബ്രോമൈഡ് എന്തായിട്ട് മാറി? സിൽവർ ആയിട്ട് മാറുന്നു. അവിടെ സിൽവർ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ആ ഒരു രാസമാറ്റം അവിടെ നടന്നത് കൊണ്ടാണ് നമ്മൾ തുറന്നു വെച്ചിരുന്ന വാച്ച് ഗ്ലാസ്സിൽ ഇരുന്ന ആ ഒരു AgBrന്റെ നിറം മങ്ങിയത്, അല്ലെങ്കിൽ ആ ഒരു നിറം കറുത്തുപോയത്. ക്ലിയർ ആണോ? അപ്പൊ പ്രകാശോർജത്തെ ആഗിരണം ചെയ്തതിന്റെ ഫലമായി സിൽവർ ബ്രോമൈഡ് വിഘടിച്ച് സിൽവർ അവക്ഷിപ്തപ്പെട്ടതാണ് ഇതിന്റെ കാരണം. നിങ്ങൾക്ക് അറിയില്ലേ, ചില മരുന്നുകൾ അല്ലെങ്കിൽ നമ്മുടെ ലാബിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളൊക്കെ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ആംബർ കളർ അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു ഡാർക്ക് കളറുള്ള കുപ്പികളിലാണ് നമ്മൾ സൂക്ഷിക്കാറ് ചില മരുന്നുകളൊക്കെ, അല്ലെ? അങ്ങനെയല്ലേ സൂക്ഷിക്കുന്നത്? നന്നായിട്ട് ഇരുണ്ട കുപ്പികളിലല്ലേ സൂക്ഷിക്കുന്നത്? അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്തുള്ള ആ മരുന്നിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ സംയുക്തങ്ങൾ പ്രകാശവുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരികയാണെങ്കിൽ ആ പ്രകാശത്തെ ആഗിരണം ചെയ്തുകൊണ്ട് ആ മരുന്നുകൾക്ക് രാസമാറ്റം സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ആ മരുന്നിന് തരാൻ സാധിക്കുമോ? ഇല്ല. അതിനകത്തിരിക്കുന്ന രാസവസ്തു റിയാക്ഷനിൽ പങ്കെടുത്ത് മറ്റെന്തെങ്കിലും ആയിട്ട് മാറുന്നു. അപ്പൊ മരുന്നിന്റെ കാര്യക്ഷമത കുറഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചില മരുന്നും അതേപോലെ രാസവസ്തുക്കളും ഒക്കെ ഏതിൽ സൂക്ഷിക്കുന്നത്? ഇരുണ്ട കുപ്പിയിൽ സൂക്ഷിക്കുന്നത് പ്രകാശോർജത്തെ ആഗിരണം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ചില പ്രവർത്തനങ്ങളിൽ പ്രകാശം ആഗിരണം ചെയ്ത് നടക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്, അതേപോലെ ചിലതിനകത്ത് പ്രകാശം പുറത്തേക്ക് വരുന്ന പ്രവർത്തനങ്ങളും ഉണ്ട്. ഇങ്ങനെ പ്രകാശോർജത്തെ ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണെന്ത്? പ്രകാശ രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.